രാമേശ്വരത്തൊക്കെ പോയിരിക്കുകയായിരുന്നു കേട്ടോ 2 ദിവസം. അതാണ് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ആണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നല്ലോണം കർമ്മങ്ങളൊക്കെ ചെയ്തു. പിന്നെ 22 കിണറ്റിൽ നിന്നുള്ള വെള്ളമൊക്കെ കോരി കുളിച്ചു. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇന്ന് വെളുപ്പിനെ എത്തിയതേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഉണ്ട് ഇതാ എൻ്റെ കൂട്ടുകാർ തന്ന ചക്കയൊക്കെ അങ്ങ് പഴുത്ത് റെഡിയായി. ഒരു ചക്ക ഇത് വലിയൊക്കെ ആയിരുന്നു. ഇത് ഞാൻ പകുതിയൊക്കെ ഞാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ വന്നിട്ട് ഇതാ അടുത്ത ചക്ക. ഇത് ഏകദേശം ആയതേ ഉള്ളൂ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്ത് തിന്നണം. അതിനാണ് ഇതുകൂടെ അങ്ങ് കട്ട് ചെയ്യുക. നല്ല മണം അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. വന്ന് കയറിയപ്പോൾ തന്നെ അങ്ങ് മണമായിരുന്നു. അങ്ങ് ഈ പരുവത്തിൽ എനിക്ക് തിന്നാനാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ഇതിന് ഒരു ചക്ക പഴുത്ത് കഴിഞ്ഞാൽ, ഒരു ചക്ക വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചക്കക്കുരു, അതിൻ്റെ കൂഞ്ഞ് മാറ്റി വെച്ചേക്കാണ് തോരൻ വെക്കാനായിട്ട്. ചക്കക്കുരു ഉണ്ട്, അതൊരു തോരൻ. പത്തനംതിട്ടക്കാർ പറയുന്ന കൂഞ്ഞെന്നാണ് കേട്ടോ. കൂഞ്ഞ് തോരൻ നല്ല അടിപൊളിയാണ്. എനിക്കിതിനകത്ത് ചക്കക്കുരു ഒന്നും കയറ്റുന്ന ഇഷ്ടമല്ല. ഫസ്റ്റ് ചക്ക അങ്ങ് നല്ല പഴുത്തു. ഈ ചക്ക അടിപൊളി കരച്ച പരുവത്തിനുള്ളതാണ്. അപ്പോൾ ഈ ചക്ക ഞാൻ തിന്നാണ്. അപ്പോൾ ഓക്കെ, ബൈ.